ഒരു ചെറിയ ഗ്രാമത്തിൽ ദേവൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ മനസ്സ് ഒരിക്കലും ശാന്തമായിരുന്നില്ല. ഒരു ദിവസം അവനൊരു വയോധികനെ കാണുന്നു. ഗ്രാമത്തിലെ എല്ലാവരും ആ വയോധികനെ കുതിരക്കാരൻ അച്ഛൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അച്ഛൻ ഒരു കുതിരയെ കൊണ്ട് നടക്കുന്നത് ദേവൻ കണ്ടു. ദേവനോട് അച്ഛൻ ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം? എന്തോ ഒന്ന് നിന്നെ അലട്ടുന്നുണ്ടല്ലോ. ദേവൻ പറഞ്ഞു, എനിക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ചും നാളെ എന്താണെന്നുള്ള ചിന്തയെക്കുറിച്ചും മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളെക്കുറിച്ചും തലയിലോടുന്നു. എനിക്ക് ചിന്ത നിർത്താൻ പറ്റുന്നില്ല. എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ എനിക്കാവുന്നില്ല. എൻ്റെ മനസ്സ് എന്നെ തകർക്കുന്നു. ഒരു നിമിഷം പോലും ശാന്തമായിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അച്ഛൻ പറഞ്ഞു, നീ ഈ കുതിരയെ കാണുന്നുണ്ടോ? ഇവനെ ഞാൻ പിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവൻ്റെ കടിഞ്ഞാൺ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതുമാത്രമേ നമ്മളും ചെയ്യേണ്ടൂ. നിന്റെ ചിന്തകളും ഇതുപോലെ തന്നെയാണ്. നീ ചെയ്യുന്നത് എന്തെന്നാൽ കുതിരയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതായത് ചിന്ത വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ചിന്ത വന്നേയിരിക്കും. അതിൻ്റെ കടിഞ്ഞാൺ പിടിക്കാൻ ശ്രമിക്കൂ. ശ്രദ്ധ എവിടെയാണെന്ന് നീ തീരുമാനിക്കൂ. ദേവനൊന്നും മനസ്സിലായില്ല. അച്ഛൻ പറഞ്ഞു, ഒരു ചിന്ത വന്നാൽ അതിനകത്തേക്ക് നമ്മൾ കയറരുത്. അതിനെ ശ്രദ്ധിക്കുക. ഇത് വെറും ചിന്ത മാത്രമാണെന്ന് മനസ്സിൽ പറയുക. അത് നിന്നെ വലിച്ചിഴക്കുമ്പോൾ ശ്വാസത്തിലേക്ക്, ശരീരത്തിലേക്ക്, ഈ സമയത്തിലേക്ക് നീ തിരിച്ചു വരണം. ഒരു ദിവസം കൊണ്ട് കുതിര അടങ്ങുമോ? ഇല്ല. പക്ഷേ കടിഞ്ഞാൺ പിടിക്കാൻ നമുക്ക് പഠിക്കും. അന്നു മുതൽ ചിന്ത വന്നാൽ അവൻ വഴക്കിടാതെ, പേടിക്കാതെ ചിന്തയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മനസ്സിൽ പറയും, ഇപ്പോൾ എനിക്ക് സമയമില്ല. ഞാൻ മറ്റൊരു പ്രവൃത്തിയിലാണ്. ഞാൻ ശാന്തമായിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ചിന്തകൾ വന്നില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചിന്തകൾ അവനെ വലിച്ചിഴച്ചില്ല. വീണ്ടും ഒരു നാൾ ദേവനെ കാണേണ്ടി വന്ന അച്ഛൻ ചോദിച്ചു, ഇപ്പോൾ നിന്റെ കുതിര എങ്ങനെയുണ്ട്? ദേവൻ ചിരിച്ചു. കുതിര ഓടുകയാണ്, പക്ഷേ കടിഞ്ഞാൺ എൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളും. ചിന്ത വരുന്നത് നിങ്ങളുടെ തെറ്റല്ല. അതിൽ കുടുങ്ങുന്നത് നിങ്ങളുടെ തെറ്റാണ്. ചിന്തകളെ നിർത്താൻ ശ്രമിക്കേണ്ട. ശ്രദ്ധയോടെ പരിശീലിപ്പിച്ചാൽ മതി.